FA കപ്പിൽ മുത്തമിട്ട് ക്രിസ്റ്റൽ പാലസ്. ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ തകർത്തത് എതിരില്ലാത്ത ഒരു ഗോളിന്. ക്രിസ്റ്റൽ പാലസിന്റേത് ചരിത്രത്തിലെ ആദ്യ കിരീടം. വിവരങ്ങളുമായി മനീഷ് ഐഷ മാത്യു ചേരുന്നു. മനീഷ്, ക്രിസ്റ്റൽ പാലസിന്റെ ചരിത്ര നേട്ടത്തോടൊപ്പം സിറ്റിയുടെ തുടർച്ചയായ രണ്ടാം FA കപ്പ് പരാജയം കൂടിയാണിതല്ലേ? തീർച്ചയായും സോന, കഴിഞ്ഞ വർഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡോടാണ് സിറ്റി ഈ FA കപ്പ് ഫൈനലിൽ അടിയറവ് പറയുന്നത്. തുടർച്ചയായി മൂന്നാം തവണയാണ് സിറ്റി ഇത്തരത്തിൽ FA കപ്പിന്റെ ഫൈനലിൽ എത്തുകയും ചെയ്തത്. ഇതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഒരു ക്ലബ്ബ് ആരംഭിച്ച് അവരുടെ 119ാമത്തെ വർഷത്തിൽ അവരുടെ ആദ്യ കിരീടം നേടിയിരിക്കുകയാണ്. അത് ക്രിസ്റ്റൽ പാലസ് ആണ്. ക്രിസ്റ്റൽ പാലസ് രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് 119ാമത്തെ വർഷമാണ്. ഈ 119ാമത്തെ വർഷമാണ് അവർ അവരുടെ ആദ്യ മേജർ കിരീടം നേടുന്നത്. FA കപ്പിന്റെ ഫൈനലിൽ 16ാം മിനിറ്റിൽ ഇസേ നേടിയ ഗോളിലാണ് ക്രിസ്റ്റൽ പാലസ് ഇപ്പോൾ നിലവിൽ കിരീടം ഉറപ്പിച്ചിരിക്കുന്നത്. ക്രിസ്റ്റൽ പാലസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ വർഷങ്ങളുടെ, അതായത് ഏകദേശം 119 വർഷങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അത്രയേറെ വർഷത്തിന്റെ കാത്തിരിപ്പിന്റെ ഒരു അവസാനമാണ് നിലവിൽ ഇപ്പോൾ അവരുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. ഈ വർഷത്തിലുടനീളം മികച്ച പ്രകടനം നടത്താൻ ഇരു ടീമുകളും മികച്ച പ്രകടനമാണ് നടത്തിയെങ്കിലും ഭാഗ്യത്തിന്റെ ഒരു ബലം കൂടി ഉണ്ടായിരുന്നത് ക്രിസ്റ്റൽ പാലസിനൊപ്പം തന്നെയാണ്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു ചരിത്ര നേട്ടത്തിലേക്ക് ക്രിസ്റ്റൽ പാലസിന് എത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം, മാഞ്ചസ്റ്റർ സിറ്റി ഈ വർഷം മറ്റ് കിരീടങ്ങളൊന്നും നേടാൻ സാധിച്ചിട്ടില്ല എന്നതാണ്. ഒരു ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിനെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം വളരെ നിരാശയുടെ ഒരു സീസണാണ്. ആ സീസൺ അവസാനിക്കുമ്പോൾ FA കപ്പ് കിരീടം നേടിക്കൊണ്ട് അവസാനിപ്പിക്കാം എന്നുള്ളതായിരുന്നു സിറ്റിയുടെ ഒരു പ്രതീക്ഷ. പക്ഷേ ആ പ്രതീക്ഷ അട്ടിമറിച്ചുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ക്രിസ്റ്റൽ പാലസ് അവരുടെ ചരിത്രത്തിൽ തന്നെ ആദ്യ കിരീടം സ്വന്തമാക്കിയിരിക്കുന്നത്. അവസാനം ശരി, മനീഷ് ഐഷ മാത്യു ആണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.